കേരള കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് മൂന്നാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പള്ളുരുത്തി കച്ചേരിപ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ മോട്ടോർ വ്യവസായ പ്രതിസന്ധിയും തൊഴിലാളികളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ CITU സംസ്ഥാന സെക്രട്ടറി എസ് ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. മെയ് 31-ന് എറണാകുളം YMCA ഹാളിലാണ് സംസ്ഥാന സമ്മേളനം. എറണാകുളം YMCA ഹാളിൽ മെയ് 31-ന് നടക്കുന്ന കേരള കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് മൂന്നാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പള്ളുരുത്തി കച്ചേരിപ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ CITU സംസ്ഥാന സെക്രട്ടറി എസ് ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. ഏത് വ്യവസായങ്ങളിൽ വ്യവസായ പ്രതിസന്ധിയിലായാലും അതിൻ്റെ ലക്ഷ്യത്തിൽ കുറവരും തൊഴിൽ വിലകളുടെ എണ്ണത്തിൽ കുറവരും ഇത് തന്നെയാണ് മോട്ടോർ വ്യവസായത്തെ സംബന്ധിച്ചിട്ടുള്ളത്. ദിവസവും നമുക്ക് ഓട്ടം കിട്ടാതെ 90% അസംഘടിത മേഖലയാണ്. കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള RTC ഇന്ത്യയിലാണ് പലപ്പോഴും അവയെല്ലാം തന്നെ പ്രതിസന്ധിയിലാണ്. ലോകത്തെ ഒരു RTC ലാഭകരമായി ഈ വികസിത തൊഴിലാളികളടക്കം ഗവൺമെന്റ് പണം ഉപയോഗിച്ചാണ് പൊതുഗതാഗതത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന RTC നിലനിർത്തുന്നത്. അപ്പോൾ കേരളത്തിലെ KSRTC നശിച്ചു എന്നൊന്നുമായില്ല. കാരണം ഒരിക്കലും തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ജനങ്ങൾക്ക് ജീവിതത്തിൽ സംതൃപ്തിയുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുന്ന ഗവൺമെന്റ് പ്രാഥമികമായ എസൻഷ്യൽ സർവീസ് എന്നാണ്. മോട്ടോർ വ്യവസായ പ്രതിസന്ധിയും തൊഴിലാളികളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ KA അലി അക്ബർ അധ്യക്ഷത വഹിച്ചു. ജോൺ ഫെർണാണ്ടസ്, MP ഉദയൻ, KK കലേശൻ, KP സെൽവൻ എന്നിവർ സംസാരിച്ചു. പഠനാർഹമായ വിധത്തിലാണ് ഹരിലാൽ ഇവിടെ തന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചു. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് കാലത്തോടും സമയത്തോടുമുള്ള യുദ്ധത്തിലൂടെയാണ്. കാലത്തെ അതിജീവിക്കാനും സമയത്തെ അതിജീവിക്കാനുമുള്ള മനുഷ്യൻ്റെ ത്വരയാണ് ഏത് പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും മനുഷ്യനെ നയിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തലും മനുഷ്യവംശത്തെ മുന്നോട്ട് നയിച്ചത് മോട്ടോർ മേഖലയാണ്. മോട്ടോർ എന്ന് പറയുന്നത് ശരിയല്ല, ഗതാഗത മേഖലയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,